ഷാജിൻ സാറിനോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പം F-35 നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്ന് ലാൻഡായി കിടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനകത്ത് ഒരുപാട് മലയാളീകരിച്ച് പറയുന്നുണ്ട്. എന്നാൽ പുള്ളി മറ്റ് പല കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് വേർഡുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം F-35 കുറിച്ച് പറയുമ്പോഴത്തേക്ക് കണ്ണ് വെട്ടിച്ച്, അതായത് റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ചെന്ന് പറയാതെ അതിന് സ്റ്റെൽത്ത് ഫെസിലിറ്റി ഉള്ളതെന്ന് പറയുക, അതുപോലെ പടക്കപ്പലെന്ന് പറയാതെ കാരിയർ എന്ന് പറയുക. അപ്പോൾ ആ വേർഡും കൂടെ പ്രേക്ഷകർക്ക് ആവാനുള്ള ഒരു ചാൻസ് അവിടെ കിട്ടിയാണ്. പിന്നെ അതിനകത്ത് ഇപ്പോൾ മദർഷിപ്പ് എന്ന് പറയുന്നത്, അത് പൊങ്ങിയെടുത്തുനിന്ന് ടേക്ക് ഓഫ് ചെയ്തെടുത്തുള്ള മദർഷിപ്പിൻ്റെ കൺട്രോൾ സിസ്റ്റം മൊത്തം തകർത്തു കളഞ്ഞു. അതൊന്നും അത്ര പോസിബിളാണ്. അത് വലിയ ലെവലിലുള്ള ഒരു വകുപ്പാണ്. ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റഡാർ സിസ്റ്റത്തെ ജാമാക്കിയെന്ന് വേണേൽ പറയാം. അത് പോസിബിളാണ്, മനസ്സിലായി, സിമ്പിളാണ്, പോസിബിളാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് മിസ്റ്റേക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെൽത്ത് ഫെസിലിറ്റിയെ എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞ്. സ്റ്റെൽത്ത് ഫെസിലിറ്റി ആക്ച്വലി ഇതിൻ്റെ ബോഡിയുടെ നിർമ്മാണത്തിനകത്ത് വരുന്നതാണ്, ഫിസിക്കലായിട്ടുള്ള ഒരു ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫൻസ് സിസ്റ്റം, ഒരു റഡാർ ഇതിനെ ഫൈൻഡ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്നുള്ള റിഫ്ലക്ഷൻ, ഫ്രീക്വൻസിയുടെ റിഫ്ലക്ഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഓബ്ജക്റ്റിനെ കാൽക്കുലേഷൻ തെറ്റിക്കുക, അതാണ് സ്റ്റെൽത്തിൻ്റെ ടെക്നിക്ക്. അതിൻ്റെ ബോഡിയിലുള്ള ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അത് ഒരു സോഫ്റ്റ്വെയർ അല്ല, ആക്ച്വലി അതൊരു ഫിസിക്കൽ സംഭവമാണ്. അപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ സൈസിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ഈ റഡാർ റിട്ടേൺ സിഗ്നലിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അപ്പം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുമ്പം ടെക്നോളജിക്കലി കുറച്ച് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ കുറച്ചുകൂടെ ഇംഗ്ലീഷ് വേർഡുകൾ അതിൻ്റെ എല്ലാം ഉപയോഗിക്കുന്നത് കുറച്ച് പ്രേക്ഷകർക്ക് കുറച്ച് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ.